ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് സ്പ്രിംഗ് ക്ലീനിങ് ആണ്. അത് നമ്മളിപ്പം സ്പ്രിംഗ് തുടങ്ങി, അപ്പം എന്തായാലും ഒന്ന് വീടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ പിന്നെ ഇതുപോലെ തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയും കൂടിയിട്ടാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. ഇവിടെ സ്പ്രിംഗ് ആയി എന്ന് പറയുമ്പോൾ തന്നെ മഴ പെയ്തു തുടങ്ങും. നല്ല മഴ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമേ. അപ്പം നമ്മൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും സാമ്പാറും അതേപോലെ തന്നെ ദോശയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം സാമ്പാറൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. ഇതിൻ്റെ ഒന്നും പിന്നെ റെസിപ്പീസ് കാണിക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി തവണ ഒരുപാട് സാമ്പാർ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. പിന്നെ ഇപ്പം അതേ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ദോശയും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഇഡ്ഡലിയും രണ്ടും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് സാമ്പാറൊക്കെ ഉണ്ടാക്കി റെഡിയാക്കുന്ന സമയത്ത് ക്ലീനിങ് ചെയ്യണമെന്നുള്ളൊരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ഇന്ന് ചെയ്യാം എന്നുള്ളത് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു ശരി എന്തായാലും പെട്ടെന്ന് റെഡിയായി, എല്ലാം ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കിട്ടിയ പോലെ തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇന്ന് ക്ലീനിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ലീനിങ് തുടങ്ങാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇതേ സാമ്പാർ ഇപ്പം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചായിട്ടത് പരിപ്പിൽ തക്കാളിയും ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കും. വേവിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഉടയ്ക്കണം. ഉടച്ചതിന് ശേഷം പിന്നെ പുളി ഒഴിക്കും, സാമ്പാർ പൊടി ഇടും, അതുപോലെ അവസാനം കുറച്ച് മല്ലിയില ഇടും. പിന്നെ കടുക് താളിക്കണമെങ്കിൽ താളിക്കാം, ഇല്ലെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ അങ്ങനെ നല്ലെണ്ണയോ ജസ്റ്റ് ഒന്ന് ഒഴിക്കുകയാണെങ്കിൽ ഒഴിക്കാം. അങ്ങനെ ആണ് ഈ രാവിലത്തെ സാമ്പാർ ഉണ്ടാക്കാറുള്ളത്. മിക്ക സമയത്തും അങ്ങനെയാണ്. ഇപ്പം ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അധികമായിട്ട് വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ട് ഉണ്ടാക്കൽ അങ്ങനെ പതിവില്ല. അപ്പോൾ ഇത് നമ്മുടെ ചൂടോട് കൂടിയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിൽ ക്യാരറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ദോശയുടെ കൂടെയും അതുപോലെ ഇഡ്ഡലിയുടെ കൂടെയും സാമ്പാറൊക്കെ കഴിക്കാൻ ശരിക്കും നല്ലൊരു ടേസ്റ്റാണല്ലേ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പിന്നെ ഇഡ്ഡലിയുടെ കൂടെ ഇങ്ങനെ പൊടി ഉണ്ടെങ്കിൽ അതും കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഞാൻ പൊതുവേ സാമ്പാറും പൊടിയിൽ അങ്ങനെ സാമ്പാറുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കില്ല പൊടിയിൽ. എന്നിട്ട് ഈ സാമ്പാറിൻ്റെ ആ ചാറ് നമ്മുടെ ഇഡ്ഡലിയിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് പൊടി മുക്കുമ്പോൾ ആ പൊടി മുഴുവൻ നമ്മുടെ ഇഡ്ഡലിയിൽ പിടിച്ച് നിൽക്കും. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സാധാരണ ഇഡ്ഡലിയും സാമ്പാറും പൊടിയും കൂടെ കഴിക്കാറുള്ളത്. അഥവാ സാമ്പാർ ഇല്ലയെന്ന് വെച്ചാൽ മറ്റേ പൊടിയിൽ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കും. പണ്ടൊക്കെ അതായിരുന്നു എപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാക്കുക. ഇങ്ങനെ പൊടി ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ ശരിക്കും നല്ല ടേസ്റ്റാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ക്ലീനിങ് പരിപാടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ മാറ്റിലൊന്ന് സോഡാപ്പൊടി ഇട്ടിട്ടൊന്ന് വെക്കണം. അപ്പോൾ അത് വെക്കാൻ ഒരു 20 മിനിറ്റൊക്കെ ഇങ്ങനെ വെക്കണേ. അപ്പം ഇത് ഇപ്പം മാറ്റിന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പൗഡേഴ്സും കിട്ടും. പക്ഷേ കഴിഞ്ഞ തവണ നമ്മൾ കടയിൽ പോയപ്പം കിട്ടിയില്ല. അപ്പം ഞാൻ സോഡ എക്സ്ട്രാ വാങ്ങി, മറ്റേ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അത്. അപ്പോൾ അത് മാറ്റ് മുഴുവനും ഇട്ടിട്ട് 20 മിനിറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓർത്തു ആ സമയം കൊണ്ട് നമ്മൾക്ക് ബാക്കി ഉച്ചക്കലത്തേക്കുള്ള ഫുഡും കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ അങ്ങ് ക്ലീനിങ് പരിപാടി ചെയ്യാമല്ലോ. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ക്ലീനിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ നേരത്തെ തന്നെ ഭക്ഷണമാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല. നമ്മൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിപ്പം നമ്മുടെ വീട്ടിൽ അധികം അങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളൊന്നും ഇല്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തായാലും ഊണ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും തീരും. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെജിറ്റബിൾ കൊണ്ടുള്ളൊരു ബ്രിഞ്ചി സാദം എന്ന് നമ്മൾ ചെന്നൈയിൽ പറയും, അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസ് എന്നോ പുലാവ് എന്നോ മറ്റോ പറയാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പച്ചക്കറികൾ നമ്മൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഇട്ടിട്ടുണ്ട്, അതുപോലെ പച്ചമുളക്, സവോള, തക്കാളി ഇതിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് മസാല നമ്മൾക്ക് സാധാരണ മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, മഞ്ഞൾപ്പൊടി അത്രേ വേണ്ടുള്ളൂ. ഉപ്പും പിന്നെ തൈരും ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾക്ക് ഞാനിപ്പം കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, കാരണം വേഗം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഈ ചോറും കറിയും വെക്കുന്നതിനേക്കാളും ശരിക്കും പറഞ്ഞാൽ എളുപ്പം ഇതുപോലത്തെ എന്തെങ്കിലും റൈസ് ഉണ്ടാക്കുന്നതാണ്. പെട്ടെന്ന് ആയി കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ വെജിറ്റബിൾ ഗീ ഉണ്ടല്ലോ അതോ എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം. അതിനുശേഷം ഇതിലോട്ടുള്ള മസാലകൾ ഇടുക. മസാലയൊന്നും അധികം ഇടണ്ട, ഗ്രാമ്പും അതുപോലുള്ളതൊക്കെ ഇച്ചിരി ഇട്ടാൽ മതി. ഇത്തിരി എന്ന് പറയുമ്പോൾ 1-2 ഒക്കെ മതി ഒരു കപ്പ് റൈസിന് വേണ്ടിയിട്ട്.
അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഈ പച്ചക്കറികൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ടൊരു എന്താ പറയുന്നത്, ആ ഒരു വെന്ത് കിട്ടണ്ട, പക്ഷെ ഒരു വാടി കിട്ടുന്ന പോലെ ആവണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് റൈസ് നമ്മൾ കുതിർത്ത് വെച്ചതും കൂടെ ചേർക്കേണ്ടത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾക്ക് ബസ്മതി റൈസ് ഉപയോഗിക്കാം, ഇല്ലയെന്ന് വെച്ചാൽ ജീരകശാല അരി ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കുഞ്ഞ് ബിരിയാണി അരി ഉണ്ടല്ലോ, ജീരക സാമ്പാർ റൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 20-30 മിനിറ്റോളം നന്നായിട്ട് കുതിർന്ന് കിടന്ന് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇനി അരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ പച്ചക്കറികളുടെ കൂടെ. പിന്നെ നമ്മൾക്കിപ്പം ഇഷ്ടമുള്ളത് ഇടാം, പട്ടാണിയോ കോളിഫ്ലവറൊക്കെ ഇടണമെന്നുണ്ടെങ്കിലൊക്കെ ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇതിലോട്ട് ഇടാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചാൽ മതി. പിന്നെ അഥവാ വേറെ റൈസൊക്കെ ആണെങ്കിൽ ചിലപ്പം കുറച്ചൊക്കെ വ്യത്യാസം വരാം. ഒരു 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ നമ്മൾക്ക് റൈസിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം, കുക്കറിലാണ് വെക്കണമെങ്കിൽ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇപ്പോൾ ചേർക്കുക, കാരണം നമ്മൾ പച്ചക്കറിയിൽ ചേർത്ത ഉപ്പ് മാത്രം ചിലപ്പം പറ്റില്ല. ഇത് നമ്മുടെ പുതിയ കുക്കറാണേ, അതുകൊണ്ട് നല്ല തിളക്കത്തിലിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് എന്തായാലും അത് വേവാൻ സമയമെടുക്കും. ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിൻ്റെ ആവിയൊക്കെ പോകുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, സോഡാപ്പൊടി ഇട്ടിട്ടുള്ള മാറ്റ് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് എല്ലാം അവിടെ ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം ബ്രഷ് വെച്ച്. അതിന് ശേഷം നമ്മൾക്ക് പക്ഷേ ഈ മാറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇത് വാക്യൂം എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾക്കിതിൻ്റെ പൊടിയൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ. അല്ലാതെ പുറത്ത് കൊണ്ടുപോയിട്ട് തട്ടാനൊക്കെ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിപ്പം എന്താ പറയുന്നത്, ഇത്രയും വലിയ മാറ്റ് എടുത്ത്, ചെറിയ മാറ്റൊക്കെ ആണെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് തട്ടായിരുന്നു. പക്ഷേ ഈ വലിയ മാറ്റൊക്കെ എടുത്ത് തട്ടാന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടമല്ലേ. അപ്പം ഇങ്ങനെ വാക്യൂം ചെയ്യുക. കുറച്ചേ ഉള്ളെങ്കിലും ഒരുപാട് നേരം വാക്യൂം ചെയ്യേണ്ടി വന്നു, കാരണം ഈ പൊടിയൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. അങ്ങനെ കുറേ നേരം വാക്യൂമൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ ജസ്റ്റ് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം സാധാരണ സ്പ്രിംഗ് ആയി കഴിയുമ്പം എല്ലാവരും അവിടെ ഒന്ന് ഈ തട്ടിയടിക്കൽ പരിപാടികളൊക്കെ ഉള്ളതാണല്ലോ. ഇവിടെ പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആകെ കുറച്ച് പേരുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വലുതായിട്ട് ക്ലീൻ ചെയ്യാനൊന്നും കാര്യങ്ങൾ ഉണ്ടാവാറില്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എപ്പോഴും ക്ലീനിങ്ങിൻ്റെ കാര്യം കാണിക്കാത്തത്. ആകെ ഞാൻ എന്നും ചെയ്യാറുള്ള ക്ലീനിങ് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകൽ മാത്രമാണ്. പിന്നെ നമ്മുടെ ഫ്ലോറൊക്കെ മരത്തിൻ്റെ ആയതുകൊണ്ട് തുടയ്ക്കൽ എന്നൊക്കെ പറയണതും വല്ലപ്പോഴും ഒക്കെ ചെയ്താൽ മതി. എന്നും തുടച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് വെള്ളം നനയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടുത്തത് ഈ മൈക്രോവേവ് അവനൊക്കെ തുടയ്ക്കലാണ്. ഇതും വല്ലപ്പോഴുള്ള പരിപാടിയാണ്. പക്ഷെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കിച്ചണിൻ്റെ പ്രശ്നം എന്ന് പറയണത് തന്നെ ഇവരുടെ ഈ മൈക്രോവേവും അതുപോലെ കബോർഡ്സൊക്കെ കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും. കാരണം ഇവിടുത്തെ ആളുകളുടെ രീതിയിലുള്ള ഹൈറ്റിനനുസരിച്ചിട്ടാണല്ലോ വെക്കുക. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ പറ്റത്തില്ല നമ്മൾക്ക് സാധാരണയായിട്ട്, എന്ന് വെച്ചാൽ എൻ്റെ ഹൈറ്റുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞാലൊന്നും പറ്റത്തില്ല. അപ്പം ഞാനങ്ങനെ മേളിലോട്ടൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും എപ്പോഴും ക്ലീൻ ചെയ്യാറൊന്നുമില്ല. ഇന്നിപ്പോൾ എന്തായാലും സ്പ്രിംഗ് സ്പെഷ്യൽ ആണല്ലോ, അപ്പോൾ മൊത്തത്തിൽ എല്ലാവരുടെയും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത നമ്മുടെ ഷൂ റാക്കാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നിലമൊക്കെ ഒന്ന് തുടയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫ്ലോർ വൈപ്സ് ഉണ്ടല്ലോ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് നമ്മൾക്ക് എടുത്തിട്ട് ഈ ഒരു മോപ്പുണ്ടല്ലോ അതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാം. അത് ഫിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ തിരികെ കൊടുക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഫിറ്റാക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കത് ഈ ഒരു മോപ്പിൽ കറക്റ്റായിട്ട് നിന്നോളും. അതേപോലെ ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ വെറ്റ് വൈപ്സ് തന്നെ വേണമെന്നില്ല. നമ്മൾക്ക് സാധാരണ ഏതെങ്കിലും തുണിയാണെങ്കിൽ കൂടെ 2 സൈഡും ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇങ്ങനെ നനച്ചതിന് ശേഷം ഇതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം തുടക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതും കുഴപ്പമൊന്നുമില്ല. ഇപ്പം വൈപ്സ് ഒന്നും എല്ലാ സമയത്തും ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ, അപ്പം ഇല്ലാത്ത സമയത്ത് അങ്ങനെയും ചെയ്യാറുണ്ട്.
ഇനിയിപ്പോൾ അടുത്തത് നമ്മൾക്ക് ഈ ജനലുകളൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. കാരണം ജനലുകൾ നമ്മൾ ശരിക്കും തുറന്നിട്ട് തന്നെ വർഷങ്ങളായതുപോലെയാണ്. കാരണം ഒത്തിരി നാളായല്ലോ. തണുപ്പിന് ശേഷമൊന്നും നമ്മൾ തണുപ്പിന് മുൻപ് ഈ ജനലൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാൻ വന്ന സമയത്താണ് ഒന്ന് തുറന്നത്. അതിനുശേഷം തുറന്നിട്ടേ ഇല്ല. അപ്പം എല്ലാ ജനലുകളും അതേപോലെ തന്നെ കേട്ടോ, ഒന്നും തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റായിട്ട് എനിക്ക് കിട്ടണില്ലായിരുന്നു തുറക്കാൻ. പിന്നെ ഏട്ടൻ വന്ന് തുറന്നൊക്കെ തന്നിട്ടാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ഈ വല ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാ ജനലുകളിലും കൊതുക് വല ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നേ. അതിനുശേഷം പിന്നെ നമ്മൾക്കിനി ബാത്റൂമും കൂടെ ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഇവിടെ വാഷ് ബേസിനാണ് ക്ലീനാക്കുന്നത്. പിന്നെന്താ, അപ്പം അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാനിങ്ങനെ വലിയ ഓർഗനൈസ് ചെയ്തിട്ടൊന്നും ക്ലീനിങ് ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല. എവിടെയാണോ ക്ലീൻ അല്ലാതെ കിടക്കുന്നത് അവിടെ ക്ലീൻ ചെയ്യും, അത്രേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ഇപ്പം സ്പ്രിംഗ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തു വന്നപ്പോൾ അങ്ങനെ അങ്ങ് ഒരു മൂഡിലങ്ങ് എല്ലാം അങ്ങ് ചെയ്യുവാണ്. പിന്നെ ഇപ്പം അതാ ക്ലീൻ അല്ലെങ്കിൽ മാത്രം ചെയ്യുള്ളൂ, അല്ലാതെ ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ വീണ്ടും ക്ലീൻ ചെയ്യാന്നുള്ള പരിപാടിയൊന്നും എനിക്കില്ലാത്തതാണ്. അപ്പം ഇതും കൂടെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രഷായി കഴിഞ്ഞ് അത്രേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രിഞ്ചി സാദം അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം എന്ന് വെച്ചാൽ കുക്കർ ഓപ്പൺ ചെയ്തിട്ടില്ല. അതിന് മുൻപ് നമ്മൾക്ക് ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് വറുത്തെടുക്കാം. സാധാരണ നമ്മൾ ഈ ചെന്നൈയിലൊക്കെ ബ്രിഞ്ചി സാദം ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡ് ഇങ്ങനെ മുറിച്ച് അതൊന്ന് വറുത്തെടുക്കാറുണ്ട്. എനിക്കൊന്ന് നാട്ടിലും ചില റൈസിലൊക്കെ അങ്ങനെ ചേർക്കാറുണ്ടെന്ന്. അപ്പം അതെന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഒരുപാട് എണ്ണയിൽ വേണമെങ്കിലും വറുത്തെടുക്കാം, പക്ഷേ ബ്രെഡ് ആകുമ്പം ഒരുപാട് എണ്ണ ഇങ്ങനെ വലിച്ചെടുക്കും ചില സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയിൽ നമ്മൾക്ക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള ബ്രെഡ് ഒരു സ്ക്വയർ പീസസ് ആയിട്ട് മുറിക്കുക നമ്മൾക്ക്. അതിനുശേഷം അതൊന്ന് വറുത്തെടുക്കുക ചെയ്യേണ്ടത്. സൈഡൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് കളയാം, ഇല്ലെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ വറുത്തെടുക്കാം. ഞാൻ ജസ്റ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞ സമയത്ത് നമ്മൾക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചി സാദം ഇത് റെഡി ആയിട്ടുണ്ട്. ആവിയൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം തുറന്നാൽ മതി, അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾക്ക് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പം അതാകുമ്പം കുറച്ചുകൂടെ, പക്ഷേ എങ്ങനെയാണെങ്കിലും ഇപ്പം ക്രിസ്പി ആയിട്ടൊന്നും ഇരിക്കില്ല നമ്മുടെ ബ്രെഡ്. ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ല സോഫ്റ്റ് ആവും. പക്ഷേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ചെറിയ മധുരമുള്ള ബ്രെഡ് ആകുമ്പം ശരിക്കും നല്ല ടേസ്റ്റാണ് ഈ ഒരു ബ്രിഞ്ചി സാദത്തിൻ്റെ കൂടെ. ഇല്ലെങ്കിൽ സാധാരണ വെജിറ്റബിൾ റൈസ് ആണെങ്കിലും ഉണ്ടാക്കുമ്പോഴൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിലപ്പം എല്ലാവരും ചെയ്യുന്നതായിരിക്കും, അഥവാ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചി സാദം അതുപോലെ അച്ചാറും ഉണ്ട് കൂടെ. അതുപോലെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ റൈത്ത ഉണ്ടല്ലോ, കച്ചമ്പർ എന്ന് പറയും, ഇല്ലെങ്കിൽ സാലഡ് എന്ന് പറയാം, തൈരിൻ്റെ. അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള ലഞ്ചാണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ടിരിക്കുമ്പോൾ ഇതുപോലെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചോറുണ്ടാക്കി കഴിയുമ്പോൾ എളുപ്പമായിരിക്കും, നമ്മൾക്കും പണി അധികം ഇല്ല, എന്നാലോട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ്. സ്പ്രിംഗ് ക്ലീനിങ് ആയിരുന്നു ഇന്നത്തെ വീഡിയോൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഗാർഡനിങ്ങൊക്കെ ആയിരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. സ്പ്രിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റും കൂടെ ചെയ്തേക്കുക. അപ്പം നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടം വരെ കണ്ടതിൽ. അപ്പം ബൈ.